ജോർജ് കുര്യനിലേക്ക് മടങ്ങി വരാം. സാങ്കേതിക തടസ്സങ്ങളുണ്ട്. ശ്രീ സ്റ്റാൻലി ജോണി, BJP ജോർജ് കുര്യനെതിരെ വാദിക്കുമ്പോൾ താങ്കൾ ആദ്യം പറഞ്ഞ കാര്യം ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട ആവശ്യം സ്വാഭാവികമായും VK സിംഗിനാണ്. VK സിംഗ് ആദ്യം ജനനത്തീയതി വിവാദം, അതിനുശേഷം UPA സർക്കാരിനെതിരെ റിട്ടയർമെന്റിന് ശേഷം UPA സർക്കാരിനെതിരെ നിരന്തരമായ ആരോപണങ്ങളുമായി രംഗത്തെത്തുന്നു. UPA സർക്കാർ കമ്പോള ശക്തികളുടെ നിയന്ത്രണത്തിലാണ് എന്ന രീതിയിൽ പരസ്യമായ പ്രസ്താവന ഇറക്കുന്നു. അതിനുശേഷം അന്നാ ഹസാരെ സംഘത്തോടൊപ്പം ആം ആദ്മി പാർട്ടിയോടൊപ്പം നമ്മൾ കാണുന്നു. അതിനുശേഷം വീണ്ടും ഇപ്പോൾ നമ്മൾ അവസാനം കാണുന്നത് നരേന്ദ്രമോദിയോടൊപ്പം ആ എക്സ് സർവീസ്മെൻ്റെ പരിപാടിയിൽ പങ്കെടുത്തതാണ്. ഇതെല്ലാം കൂടി വയ്ക്കുമ്പോൾ VK സിംഗ് അത് വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്നു. പക്ഷേ ആ കുഴിയിൽ BJP വീഴുകയും ചെയ്യുന്നു. വളരെ വിദൂര ഭാവിയിൽ BJP ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ ഏത് പാർട്ടിക്കാണെങ്കിലും കണ്ണടച്ച് ഇങ്ങനെ ഒരു സൈനിക മേധാവിയെ ഈ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നതിനുള്ള അപകടങ്ങൾ അനുഭവിക്കേണ്ടി വരില്ലേ? തീർച്ചയായും. അതായത് ഇവിടെ നമ്മൾ BJPയോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇതുപോലെ ഇത്രയും കോൺട്രവേഴ്സ്യൽ റെക്കോർഡുള്ള ഒരു മിലിറ്ററി ജനറലിനെ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഒരു പൊതുപരിപാടിക്ക് വിളിച്ചു കയറ്റിയത്? VK സിംഗ് വാർത്തയിൽ നിൽക്കുന്നത് ഇതാദ്യമായിട്ടല്ല, ഇന്നത്തെ വാർത്ത വന്നപ്പോഴല്ല, അതിന് മുൻപേ തന്നെ VK സിംഗിൻ്റെ റെക്കോർഡ് എന്ന് പറയുന്നത് വളരെ വിവാദപരമായിട്ടുള്ള റെക്കോർഡാണ്. ഇതേ VK സിംഗ് ജനറലായിട്ടിരിക്കുമ്പോഴാണ് ഇവിടെ പറഞ്ഞ സൈന്യത്തിൻ്റെ ഒരു ബറ്റാലിയൻ്റെ മാർച്ച് നടക്കുന്നത്. ഇതേ VK സിംഗിൻ്റെ കാലത്താണ്. ഇതേ VK സിംഗ് ജനറലായിട്ടിരിക്കുന്ന കാലത്താണ് ഇന്ത്യൻ പ്രതിരോധ മന്ത്രിയുടെ ഓഫീസ് ടാപ്പ് ചെയ്യുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ സൈന്യത്തിലൊരു വിഭാഗം നടത്തിയെന്ന് പറയപ്പെടുന്നത്. ഇതേ VK സിംഗ് ആണ് ഗവൺമെൻറ്റുമായി നീണ്ട നിയമയുദ്ധങ്ങൾ നടത്തിയത്. അപ്പോൾ വളരെ കോൺട്രവേഴ്ഷ്യൽ റെക്കോർഡുള്ള ഒരു സൈനിക ജനറലാണ് VK സിംഗ് എന്ന് പറയുന്ന ആൾ. അതേസമയം തന്നെ പൊളിറ്റിക്കൽ അംബിഷൻസ് ഉള്ള, രാഷ്ട്രീയ അഭിലാഷങ്ങളുള്ള ഒരു മനുഷ്യനാണ് VK സിംഗ്. ഈ VK സിംഗിനെ എന്തിൻ്റെ പേരിലാണ്, എന്ത് പ്രിൻസിപ്പലിൻ്റെ പേരിലാണ് നിങ്ങളുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയുടെ ഒരു പൊതുപരിപാടിയിൽ നിങ്ങൾ പ്രദർശിപ്പിക്കുന്നത്? അതെന്തിനാണ്? അപ്പോൾ അതൊരു മോറൽ ചോദ്യമാണ്, ഒരു ധാർമ്മിക ചോദ്യമുണ്ട് BJPയുടെ മുമ്പിൽ. അപ്പോൾ സ്വാഭാവികമായും ഒരു പൊളിറ്റിക്കൽ ഹാൻഡ് ഇൻ ഗ്ലൗ സിറ്റുവേഷൻ ഇവിടെയുണ്ട് VK സിംഗും BJPയും തമ്മിൽ. BJPയുടെ ഇന്നത്തെ റെസ്പോൺസ് നിങ്ങൾക്ക് നോക്കാം. BJP ആദ്യം പറഞ്ഞത് ഇത് മോദിയുമായി വേദി പങ്കിട്ടത് കൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനെ ഒരു റിപ്പോർട്ട് വന്നത് എന്നുള്ളതാണ്. വൈകിട്ട് BJPയുടെ പത്രസമ്മേളനത്തിൽ BJP അതിനെ ടോൺ ഡൗൺ ചെയ്തു. BJP പറഞ്ഞു ഇത് സൈന്യത്തിലെ ഒരു വിഭാഗത്തെ, മിലിറ്ററി ഇൻ്റലിജൻസിനെ തകർക്കാനുള്ള ഗവൺമെൻറ്റിൻ്റെ ശ്രമമാണെന്നുള്ള രീതിയിലേക്ക് മാറി ചർച്ച. പക്ഷേ അതായത് നമ്മളിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെന്ന് വെച്ചാൽ ഇങ്ങനെ VK സിംഗിന് ഇതുപോലെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ഇതേ VK സിംഗും BJPയും തമ്മിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കൊടുക്കൽ വാങ്ങലുകൾ അടുത്ത കാലത്ത് ശക്തിപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സ്പ്രഷനാണ് നമ്മൾ മോദിയുമായിട്ടുള്ള പരിപാടിയിൽ കണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇതാര് രാഷ്ട്രീയവൽക്കരിച്ചു, അല്ലെങ്കിൽ ആർക്കാണ് ഇതിൽ നിന്ന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുന്നത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരവൊക്കെ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് നമ്മുടെ മുമ്പിൽ കിടക്കുകയാണ്. പക്ഷേ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലാഭം ആരുണ്ടാക്കുന്നു എന്നുള്ളതല്ല. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണത്. കാരണം പട്ടാളം ഇടപെട്ട് നശിപ്പിച്ച ജനാധിപത്യ ഭരണകൂട ക്രമങ്ങൾ രണ്ടാം ലോകയുദ്ധത്തിന് ശേഷം നമുക്ക് ചുറ്റിലുമുള്ള മൂന്നാം ലോക രാജ്യങ്ങളിലുണ്ട്. അപ്പം അത്തരത്തിലുള്ള സാഹചര്യം യാതൊരു രീതിയിലും പൊറുപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒരു ജനാധിപത്യ വിശ്വാസമുള്ള ഒരു ഭരണകൂടത്തിൻ്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ലക്ഷ്യം. അതായിരിക്കണം. സ്റ്റാൻലി ജോണി, ഇതിനോട് കൂട്ടിച്ചേർത്ത് ചോദിച്ചാൽ ഈ അന്വേഷണ റിപ്പോർട്ടിൽ മിലിറ്ററി ഇൻ്റലിജൻസിൻ്റെ രഹസ്യ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കണം, കണക്കില്ലാതെ അനുവദിക്കപ്പെടുന്ന പണം ചെലവഴിക്കുന്നത് ഓഡിറ്റ് ചെയ്യണം എന്നീ ചില ശുപാർശകൾ വിക്രം സിംഗ് മുന്നോട്ട് വച്ചതായി റിപ്പോർട്ടുകളുണ്ട്. എങ്ങനെ കാണുന്നു ഇത്തരം ശുപാർശകളെ? ഇത് ജനാധിപത്യ സമൂഹത്തിൽ, ജനാധിപത്യ ക്രമത്തിൽ വളരെ നേരത്തെ ഉന്നയിക്കപ്പെട്ട ചില ആവശ്യങ്ങളാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ മുന്നോട്ടേക്ക് ഉന്നയിക്കപ്പെടുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യമുണ്ടല്ലോ, ഇത് പട്ടാളത്തിൻ്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സുതാര്യമാക്കാമോ അത്രത്തോളം അത് രാഷ്ട്രത്തിനും രാഷ്ട്ര സംവിധാനങ്ങൾക്കും ഗുണമാണെന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും നല്ല ഉദാഹരണം നമുക്ക് അമേരിക്കയിലാണ്. അമേരിക്കയിൽ ഈ കവേർട്ട് ഓപ്പറേഷൻസ്, ഈ രഹസ്യ പ്രവർത്തനങ്ങൾക്ക് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമുണ്ട്. CIA-ക്കും അതുപോലുള്ള അമേരിക്കൻ ഡിഫൻസ് ഇൻ്റലിജൻസ് ഏജൻസിക്കും ഒക്കെ. ഇവർക്ക് എന്തും ചെയ്യാം എന്നുള്ളതാണ്. ഇവർ യാതൊരു രീതിയിലുള്ള കോൺഗ്രഷണൽ നിയന്ത്രണങ്ങൾക്കും കീഴിൽ വരുന്ന ഒന്നല്ല ഈ കവേർട്ട് ഓപ്പറേഷൻസ്. ഇവിടെ നടന്ന് മിലിറ്ററി ഇൻ്റലിജൻസ് യൂണിറ്റ് നടത്തി എന്ന് പറയപ്പെടുന്നത് ഒരു കവേർട്ട് ഓപ്പറേഷനാണ്, ഒരു രഹസ്യ പ്രവർത്തനമാണ്. അതിനുവേണ്ടി അവർക്ക് ഫണ്ടുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഇത് കൈവിട്ട് പോയി കഴിഞ്ഞാൽ ഒരു രാക്ഷസനായി വളർന്നേക്കാവുന്ന ഒരു ഭീഷണിയാണ് ഇത്, ഈ പട്ടാളത്തിൻ്റെ രഹസ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്.
അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന് ഗവൺമെന്റിന്റെ ഒരു കൂച്ചുവിലങ്ങ് ഇത്തരത്തിലുള്ള രഹസ്യ പ്രവർത്തനങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ് മറ്റ് ജനാധിപത്യ രാഷ്ട്രങ്ങളിൽ നിന്നുള്ള ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അത്തരത്തിലുള്ള റിപ്പോർട്ട് വിക്രം സിംഗിന്റെ അല്ലെങ്കിൽ പുതിയ അന്വേഷണ കമ്മീഷന്റെ സമയപരിമിതി മൂലം ഇടപെടുന്നു. ശ്രീ ജോർജ് കുര്യൻ, നമുക്ക് ചുറ്റുമുള്ള ഷാൻലി ജോണി ചൂണ്ടിക്കാണിച്ചതുപോലെ നമുക്ക് ചുറ്റുമുള്ള മൂന്നാം ലോക രാജ്യങ്ങളിൽ ഇങ്ങനെ പട്ടാളത്തിന്റെ അമിത അധികാര പ്രയോഗങ്ങളുടെ അനുഭവങ്ങൾ നിരവധിയാണ്. അത് ജനാധിപത്യ ധ്വംസനത്തിലേക്ക് നീങ്ങുന്നതിന്റെ അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. സ്റ്റാൻലി ജോണി ആരോപിക്കുന്നത് പോലെ ചില കൊടുക്കൽ വാങ്ങലുകൾ സൈന്യവും ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളും BJP-യുമായി സംഭവിക്കുന്നുവെങ്കിൽ അത് ആശങ്കാജനകമാണ് എന്ന് തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ച് VK സിംഗ് നേരത്തെ പറഞ്ഞ ചില കാര്യങ്ങൾ നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള നേതാക്കൾ ആവർത്തിക്കുന്നത് കൂടി ശ്രദ്ധിക്കുമ്പോൾ ആ വേദിയിൽ വെച്ച് തന്നെ, ഹരിയാനയിലെ ആ വേദിയിൽ വെച്ച് തന്നെ അതേ ഭാഷ ആവർത്തിക്കപ്പെടുന്നു. മറ്റൊരു കാര്യം കൂടി ശ്രദ്ധേയമാണ്, മതേതരത്വം സൈന്യത്തിൽ നിന്ന് പഠിക്കണം എന്നുകൂടി പറഞ്ഞു വെക്കുമ്പോൾ. ഈ സ്റ്റാൻലി ജോണി ആദ്യം പറഞ്ഞത് തെറ്റാണ് എന്ന് രണ്ടാമത് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു പട്ടാള മേധാവികൾ രാജ്യത്തെ പിടിച്ചടക്കിയിട്ടുണ്ട്. ഈ VK സിംഗ് ഇപ്പം കാറ്റുപോയ ബലൂണാണ്. അതായത് 2012 മെയ് മാസം 31-ാം തീയതിക്ക് ശേഷം ഞാനും സ്റ്റാൻലിയും പോലെ സാധാരണ ഒരു മനുഷ്യനാണ്. അയാളെ നിയന്ത്രിക്കേണ്ടത് ഇപ്പോഴല്ല, അയാളെ നിയന്ത്രിക്കേണ്ടത് അയാൾ പട്ടാള മേധാവിയായിരുന്നപ്പോഴാണ്. സ്റ്റാൻലി പറഞ്ഞത് ശരിയാണ്, പട്ടാള മേധാവിയായിരുന്നപ്പോൾ നിയന്ത്രിക്കേണ്ടിയിരുന്നു. യാതൊരു കുഴപ്പവുമില്ലാതെ അയാൾക്ക് പെൻഷൻ കൊടുത്ത് ആനുകൂല്യങ്ങൾ കൊടുത്ത് എല്ലാവിധ ആദരവോടും കൂടി അയാൾ റിട്ടയർ ചെയ്തതിന് ശേഷം പിന്നെയാണോ അയാളെ പിടിക്കാൻ പോകുന്നത്? അതിനുശേഷം അയാൾ BJP-യിൽ വന്നു. അയാൾക്ക് എവിടെയും പോകാം. അവിടെയല്ല, ഞാൻ ആദ്യം തൊട്ട് പറയുന്നത്, അവിടെയല്ല നിയന്ത്രിക്കേണ്ടത്, അതിന് മുമ്പാണ് നിയന്ത്രിക്കേണ്ടത്. 2012 മെയ് മാസം 31-ാം തീയതി വരെയും VK സിംഗ് അപകടകാരിയായിരുന്നിരിക്കാം. അന്ന് എന്തുകൊണ്ട് നിയന്ത്രിച്ചില്ല? അതാണ് എൻ്റെ ചോദ്യം. അതിനുശേഷം ആരുമല്ല അയാൾ, ഒരു പട്ടാളക്കാരനും അയാൾ പറഞ്ഞാൽ വരില്ല. ഒരു സാധാരണ മനുഷ്യൻ വരില്ലല്ലോ. ഒരു മുൻ പട്ടാളക്കാരൻ പറഞ്ഞു കഴിഞ്ഞാൽ വരുമോ? ഇനിയാണോ അയാളെ പിടിക്കാൻ പോകുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സർക്കാർ പരാജയപ്പെട്ടിരിക്കുന്നു, പ്രതിരോധ മന്ത്രി പരാജയപ്പെട്ടിരിക്കുന്നു. അവസാനമായി മാത്യു കുഴൽനാടനിലേക്ക്. ശ്രീ മാത്യു കുഴൽനാടൻ, ജനാധിപത്യ ക്രമത്തിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനിടയുള്ള അപകടങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുകയും ചെയ്തു. അത്തരം ഒരു ശ്രമം സൈന്യത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്നതാണ് റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഉചിതമായ നടപടികൾ, കാര്യക്ഷമമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാമോ? തീർച്ചയായിട്ടും. ഞാൻ അതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ ജോർജ് കുര്യൻ പറഞ്ഞൊരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ഉടനെ നടപടി എടുത്തില്ല, ജോർജ് ഫെർണാണ്ടസ് എടുത്തെറിഞ്ഞത്. ഈ ചരിത്രം അറിയാൻ പാടില്ല, കാര്യങ്ങൾ അറിയാൻ പാടില്ല, അതിങ്ങനെ പറയരുത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. 1999 കാർഗിലുണ്ടായ വിഷയത്തിൽ, കാർഗിലിൽ നിന്ന് മരിച്ച സൈനികരെ കൊണ്ടുവരുന്ന കോഫിൻ വാങ്ങിയതിൽ $1,87,000 അഴിമതി നടന്നു. അതിനെതിരെ 2006 CBI ആണ് കേസ് രജിസ്റ്റർ ചെയ്തത്. 2006 CBI കേസ് രജിസ്റ്റർ ചെയ്തത് ഓഗസ്റ്റ് 2009 അതിന്റെ ചാർജ് ഷീറ്റ് കൊടുത്തത്. അന്നേരമാണ് അതിന്റെ അകത്ത് മേജർ ജനറൽ ആയിരുന്ന അരുൺ റോയ്, കേണൽ SK മാലിക്, കേണൽ SP സിംഗ് എന്നിവർ പ്രതിയായത്. 99 പാവപ്പെട്ട സൈനികരുടെ ശരീരം കൊണ്ടുവരാൻ മേടിച്ചത്. 99 കാര്യം 2009 എവിടെയായിരുന്നു BJP? അന്നേരം തന്നെ ഇടപെട്ടോ. ജോർജ് ഫെർണാണ്ടസ് അന്നേരം ഇതിന്റെ പ്രതിയാവുകയത് 10 വർഷം കഴിഞ്ഞ് ചെയ്തിട്ട് അന്നാണ് ജോർജ് കുര്യൻ പറഞ്ഞത് ഇത് അപ്പം തന്നെ ചെയ്യണമായിരുന്നു. പിന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം പറഞ്ഞതിൽ തെറ്റുണ്ട്. അതായത് ഒരാൾ സർവീസിൽ ഇരിക്കുമ്പോൾ മാത്രമാണ് അയാളെ പ്രോസിക്യൂട്ട് ചെയ്യാമുള്ളൂ എന്ന് എങ്ങനെയും പറഞ്ഞിട്ടില്ല. അതിന് പകരം നിയമം പറയുന്നത് സർവീസിൽ ഇരിക്കെ ചെയ്ത കാര്യങ്ങൾക്ക് സർവീസിൽ ഇരിക്കുമ്പോഴോ അതിനുശേഷമുള്ള 5 വർഷത്തിനിടയ്ക്കോ മിലിറ്ററിക്ക് അല്ലെങ്കിൽ ആർമിക്ക് കോർട്ട് മാർഷ്യൽ പ്രൊസീഡിംഗ്സ് തുടങ്ങാം. ശ്രീ മാത്യു കുഴൽനാടൻ, വേണ്ടത്ര ശ്രദ്ധ ആ സമയത്ത് ഉണ്ടായില്ല. റിട്ടയർ ചെയ്ത സമയത്താണോ ഇത് ഉന്നയിക്കപ്പെടുന്നത് എന്ന ചോദ്യമാണ് ജോർജ് കുര്യൻ ഉന്നയിക്കുന്നത്. അവിടെ നമ്മുടെ ജനാധിപത്യം അപകടപ്പെടുത്താവുന്ന രീതിയിലുള്ള ഒരു നീക്കം നടന്നു, അത് അറിയാൻ സർക്കാരിന് കഴിഞ്ഞില്ല എന്നതൊരു പരാജയമായി തന്നെ സമ്മതിക്കേണ്ടി വരും. ഇല്ല, വേണ്ട സമയത്ത് നീക്കം നടത്തില്ല എന്ന് പറയുന്നത് ശരിയല്ല. കാരണം ബോർഡ് ഓഫ് ഓഫീസേഴ്സിന്റെ റിപ്പോർട്ട് കഴിഞ്ഞ മാർച്ചിൽ സമർപ്പിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ എത്രയോ മുമ്പ് അതിനെതിരെയുള്ള അന്വേഷണവും കാര്യങ്ങളും നടപടിയും തുടങ്ങിയിട്ടുണ്ടാകണം. അതെന്താ കാണാതെ പോകുന്നത്? പിന്നെ ഇപ്പൊ നമ്മുടെ മുമ്പിൽ ഈ സംഗതികൾ വരുന്നത് ഇപ്പോഴാണ്, അതിനു മുമ്പ് ആർക്കും അറിയില്ല. അതുകൊണ്ടാണ് വേണ്ട സമയത്ത് നമ്മൾ ചെയ്തില്ല എന്നുള്ള ഒരു പ്രശംസൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ആരോപണത്തിലുള്ള ഇട കൊടുക്കുന്നത്. VK സിംഗിന്റെ കാലാവധി നീട്ടാതിരിക്കാനും VK സിംഗ് ആർമി ചീഫിന് അത്ര ശക്തമായ നിലപാട് സർക്കാർ സ്വീകരിക്കാനും അതിനെതിരെ കോടതിയിൽ അനുകൂലമായി വിധി സമ്പാദിക്കാനും ഒക്കെ ഉണ്ടായ കാരണങ്ങൾ എന്താണ്?
എന്ത് ശക്തമായിട്ടാണ് സർക്കാർ നേരിട്ടത്. പിന്നെ ഇതെല്ലാം പരസ്യമായി തുറന്നു പറയാം, അല്ലെങ്കിൽ ഓപ്പണായിട്ട് വിളിച്ചു പറഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതിൻ്റെതായ ഒരു സാങ്ക്ടി ഉണ്ട്, അതിൻ്റെതായ ഒരു സീക്രസി വേണം, അതിന്റെ ഒരു ഉത്തരവാദിത്വം വേണം. അതല്ലാണ്ട് വെറുതെ ടി വി ചർച്ചയിൽ വന്നിരുന്നുകൊണ്ട് പെട്ടെന്ന് ഇപ്പൊ തന്നെ ചെയ്യണമായിരുന്നു, ഇപ്പൊ തന്നെ ചെയ്യാത്ത വലിയ പരാജയമായിപ്പോയി എന്ന് പറയുന്നത് ശരിയല്ല. മാത്യു കുഴൽനാടൻ, വളരെയധികം നന്ദി ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഒപ്പം ജോർജ് കുര്യൻ, സ്റ്റാൻലി ജോൺ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യത്തിന് നേർക്കുള്ള വെല്ലുവിളിയായി ഒരുപക്ഷെ ഇതിനെ അത്ര ഗൗരവത്തോടെ തന്നെ കൈകാര്യം ചെയ്യപ്പെട്ടേക്കും. രാഷ്ട്രീയമായ അഭിപ്രായ ഭിന്നതകൾ നിലനിൽക്കുമ്പോൾ തന്നെ